ഹലോ, അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദിസ് ടൈം വി ആർ ഗോയിങ് ടു ഫിൻലാൻഡ്. ഇപ്പോൾ നമ്മളുള്ളത് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ദോഹയിൽ. ഇപ്പോൾ എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്ത് നമ്മൾ പാസ്പോർട്ടോ ID യൂസ് ചെയ്തിട്ടല്ല ദിസ് ടൈം നമ്മൾ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്നത്. QDI ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. ആ ആപ്പിലൂടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഫിസിക്കൽ ഡോക്യുമെൻ്റ് ക്ലിയർ ചെയ്തിട്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നുള്ളത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നത് കട്ട് ചെയ്തിട്ട് വിട്ടത്. ഇനി നമ്മൾ പോകുന്നത് ആസ് യൂഷ്വൽ ലോഞ്ച് തപ്പി പോകുന്നതാണ്. നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള ലോഞ്ച് തന്നെ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള ലോഞ്ചിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ അവൻ പറഞ്ഞെന്താണെന്നോ, എന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ, എനിക്ക് പ്രൈവസി ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വണ്ടിയിൽ പുറകിലൊരു അമ്മച്ചിയും കൂടി ഉണ്ട്. പുള്ളിക്കാരിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ, എനിക്കതൊന്ന് കാണിച്ചു തരാമോ, എൻ്റെ ഗേറ്റ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് തരാമോ. പക്ഷേ ഈ ആൾ ആ ചേച്ചിനെ കൊണ്ട് വിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ നമ്മൾ ആൾക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ വണ്ടിയിലൂടെ ലോഞ്ചിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കേട്ടോ ഈ വണ്ടിയിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ ലോഞ്ചിലെത്തി, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി. നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിറച്ച ആളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ ബസ്സിൽ നിറച്ച ആളുണ്ട്. വി ആർ സോ എക്സൈറ്റഡ്. എന്തൊക്കെയോ പറയുന്നുണ്ട് ആക്ച്വലി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കാരണമാണ് ഞാൻ കട്ട് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ്. പിന്നെ ആസ് യൂഷ്വൽ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു പരിപാടിയില്ലേ, മഞ്ഞിൻ്റെയും മലേൻ്റെയും ഒക്കെ ഫോട്ടോ എടുക്കുക. പിന്നെ നമ്മൾ പെഗാസസ് എയർലൈൻസിലാണ് ട്രാവൽ ചെയ്യുന്നത്. ടർക്കിയിൽ ട്രാൻസിറ്റ് ഉണ്ട്. ടർക്കിയിൽ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റിംഗ് ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ച് വീണ്ടും നെക്സ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു. വലിയ സമയമൊന്നും വെയിറ്റിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹെൽസിങ്കി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹെൽസിങ്കിയിൽ എമിഗ്രേഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എമിഗ്രേഷൻ കണ്ടുപിടിച്ച് അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നമ്മൾ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇനി ബസ് കണ്ടുപിടിക്കണം. നമുക്ക് അടുത്ത പരിപാടി അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഹെൽസിങ്കിയിൽ ലാൻഡ് ചെയ്തു. ഇത് ഹെൽസിങ്കി എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ബസ് സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. റെയിൽവേ എന്ന് വെച്ചാൽ മെട്രോയിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്, HCL എന്ന് പറഞ്ഞിട്ട്. ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുറകിലപ്പു. അത് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മുമ്പിൽ പോയിട്ട് വേറെ അവിടുത്തെ സ്റ്റേഷനിൽ തന്നെ വെച്ചിരിക്കുന്ന എവിടെ വെച്ച് ഈ ബസ്സാ ഇത് തന്നെ പോണം? നിനക്ക് ഉറപ്പോ? നമ്പറുണ്ടോ? പിന്നെ നമ്മളിതാ ബസ്സിൽ കയറി ഒന്ന് സെറ്റിലായി. കറക്റ്റാണ് നമ്പറിനെല്ലാം ചെക്ക് ചെയ്തു. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്പ്, ഗ്ലൗസ്, പിന്നെന്താണ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇപ്പം ഇവിടെ 1 or 2 ആണ് ടെമ്പറേച്ചർ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പറ്റാവുന്നത്ര സാധനങ്ങൾ മുഖത്തും വായിലും എല്ലാം എടുത്ത് വെച്ച് അപ്പനെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഫുള്ള് കവേർഡാണ്. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് എവിടേക്കാണ് പോണത്, എത്ര സ്റ്റേഷനുണ്ട്, എത്ര സ്റ്റോപ്പുണ്ട്, എപ്പോഴാണ് നമ്മളവിടെ ചെല്ലുന്നത്, കറക്റ്റ് ടൈമിങ്, എപ്പോഴാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം, അതെല്ലാം കറക്റ്റായിട്ട് അതിൽ തന്നെ കാണിക്കാൻ പറ്റും. കാണിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമ്മൾ വഴിതെറ്റി വേറെ സ്ഥലത്ത് ഇറങ്ങിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്നത് ChatGPT വെച്ചിട്ടാണ്. അതിലിത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഗൂഗിളിൽ മാപ്പിലൂടെ. പിന്നെ നമ്മൾ ChatGPT നമ്മളെ ഗൂഗിൾ മാപ്പിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് റൂട്ട് കാണിച്ചു തരും. ഏതിലാണ്, ബസ്സിലാണോ, ട്രെയിനിലാണോ, മെട്രോയിലാണോ ഈസി ആയിട്ടുള്ള റൂട്ട്, എത്ര ടൈം എടുക്കും, അങ്ങനെയെല്ലാം. ഇനി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്തത് മെട്രോയിലേക്കാണ് പോയത്. ഇനി മെട്രോയിൽ ഇതൊരു ട്രെയിനും കൂടെ കയറി അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തും. ഇനി നമ്മൾ കാമ്പി ഹെൽസിങ്കി ബസ് ടെർമിനലിലെത്തി. ഇനി ഇവിടുന്ന്
റൊവേനമിയിലേക്ക് ഒരു ഫുൾ നൈറ്റ് ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ഓൾമോസ്റ്റ് ഒരു 5 o'clock ഒരു 4 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ്. 7:30ക്കാണ് നമ്മുടെ ബസ് ഉള്ളത്. വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് പട്ടി ഷോ കാണിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പണിയൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് ബസ്സിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ സമയം എത്തി. 7:30 ബസ് അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അന്നേരം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി QR കോഡ് കാണിച്ചിട്ട് നമ്മുടെ ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. ടിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ലഗേജ് ലോഡ് ചെയ്യും. ഡ്രൈവർ തന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് നമ്പർ ചെക്ക് ചെയ്തിട്ട് ബസ്സിൽ കയറിയിരിക്കാം. പിന്നെ നമ്മൾ ഇനി 13 hours ജേണിയാണിത്. ഈ 13 hours ജേണി കഴിഞ്ഞ് രാവിലെ 6 o'clockനാണ് നമ്മൾ റൊവേനമിയിൽ ചെല്ലുന്നത്. സോ ദിസ് ഈസ് എൻഡ് ഓഫ് അവർ day 1. ലെറ്റ്സ് സീ ടുമോറോ. ബൈ ഗൈസ്.